Hi dear students, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പിനേഷൻസ് റിലേറ്റ് ചെയ്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാർട്ടിംഗ് വിത്ത് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. So how many quadrilaterals can be formed by using 9 points out of which 5 are collinear? നിങ്ങൾക്ക് മൊത്തം 9 പോയിന്റ്സ് തന്നിട്ടുണ്ട്, അതിൽ 5 എണ്ണം കൊളീനിയർ ആണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് കുറച്ച് കീവേഡ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലേ? ക്വാഡ്രിലാറ്ററൽ, കൊളീനിയർ. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ഫിഗർ കൺസിസ്റ്റ് ഓഫ് 4 sides. 4 sides ഉള്ള ഒരു ക്ലോസ്ഡ് ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് അല്ലേ? ഒരു റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററലാണ്. സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററലാണ് അല്ലേ? പിന്നെ അതുപോലെ തന്നെ ട്രപ്പീസിയം എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററലാണ്. അപ്പോൾ ഇവരെ എല്ലാം നമ്മൾ എന്താ വിളിക്കുന്നത്? ക്വാഡ്രിലാറ്ററൽസ് എന്നാണ്. അപ്പോൾ ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ 4 side ഫിഗർ, അതായത് ഒരു 4 side ഉള്ള 4 sides ഉള്ള ഒരു ക്ലോസ്ഡ് ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചിരിക്കുകയാണ്, ഹൗ മെനി ക്വാഡ്രിലാറ്ററൽസ് ക്യാൻ ബി ഫോംഡ് ബൈ യൂസിങ് 9 points ഔട്ട് ഓഫ് വിച്ച് 5 ആർ കൊളീനിയർ. സോ വാട്ട് യു മീൻ ബൈ കൊളീനിയർ? എന്താണ് കൊളീനിയർ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ 9 പോയിന്റ്സിലുള്ളത് 5 പോയിന്റ്സ് കൊളീനിയർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ കൊളീനിയർ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ഹാവ് എ സെറ്റ് ഓഫ് പോയിന്റ്സ്, അപ്പോൾ അതിൻ്റെ നമ്പർ എന്ന് പറഞ്ഞത് 3 കൂടുതലോ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ എ, ബി, സി, ഡി. അപ്പോൾ ഇങ്ങനെ 4 പോയിന്റ്സ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ 4 പോയിന്റ്സിലൂടെ നമുക്ക് ഈ 4 പോയിന്റ്സിനെ കണക്ട് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ കഴിയുമെങ്കിൽ we can call this 4 points as collinear points. So collinear points is actually a set of points which can form a straight line. Okay, അതായത് ഈ 4 പോയിന്റ്സ് ഉണ്ട്. So by using this 4 points you can actually make a straight line. We call those points as collinear points. അപ്പോൾ കൊളീനിയർ ഇതാണെങ്കിൽ what do you mean by non-collinear points? എന്താണ് non-collinear points എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ ലുക്ക് ഹിയർ, non-collinear points എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കൊളീനിയറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അതായത് കൊളീനിയർ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ പോയിന്റ്സ് വിച്ച് മേക്സ് എ സ്ട്രെയിറ്റ് ലൈൻ, ബട്ട് ഇൻ കേസ് ഓഫ് നോൺ കൊളീനിയർ ഇറ്റ് ഡസൻറ്റ് മേക്ക് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു പ്ലെയിനിൽ ഈ പറയുന്ന പോലെ കുറേ പോയിന്റ്സ് ഇങ്ങനെ സ്കാറ്റർ ആയിട്ട് കിടക്കാമെന്ന് വെച്ചു. വി കോൾ ദിസ് പോയിന്റ്സ് ആസ് നോൺ കൊളീനിയർ പോയിന്റ്സ് ബിക്കോസ് ബൈ യൂസിങ് ദിസ് പോയിന്റ്സ് വി കനോട്ട് മേക്ക് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ അതായത് ഇവിടെ 3 കൂടുതലോ പോയിന്റ്സ് കിടക്കുകയാണ് ആൻഡ് യു കനോട്ട് മേക്ക് എ സ്ട്രെയിറ്റ് ലൈൻ ഔട്ട് ഓഫ് 3 or more than 3 points, then we call those set of points as a non-collinear points. അപ്പോൾ കൊളീനിയർ പോയിന്റ്സ് എന്താണ്, നോൺ കൊളീനിയർ പോയിന്റ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. സോ ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് സെയിങ് ദാറ്റ് ഹൗ മെനി ക്വാഡ്രിലാറ്ററൽസ് ക്യാൻ ബി ഫോംഡ് ബൈ യൂസിങ് 9 points ഔട്ട് ഓഫ് വിച്ച് 5 ആർ കൊളീനിയർ. അപ്പോൾ 5 കൊളീനിയർ പോയിന്റ്സ് ഉണ്ട് അല്ലേ? 1, 2, 3, 4, 5. ഐ എം നെയിമിങ് ഇറ്റ് ലൈക്ക് എ, ബി, സി, ഡി ആൻഡ് ഇ. ആൻഡ് 4 നോൺ കൊളീനിയർ പോയിന്റ്സ് അല്ലേ? F, G, H, I. So how many quadrilaterals can be formed by using this kind of points? അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, in order to build a quadrilateral, how many points you require? ഒരു ക്വാഡ്രിലാറ്ററൽ ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ നിങ്ങൾക്ക് മിനിമം എത്ര പോയിന്റ്സ് വേണം? നിങ്ങൾക്ക് നോക്കിക്കേ, 1, 2, 3, 4 അല്ലേ? എ, ബി, സി, ഡി. ഇതൊരു ക്വാഡ്രിലാറ്ററലാണ്, 4 സൈഡുള്ള ഒരു ക്വാഡ്രിലാറ്ററലാണ്. അപ്പോൾ എത്ര പോയിന്റ്സ് വേണം നിങ്ങൾക്ക് വരയ്ക്കാൻ? അതായത് നിങ്ങൾക്ക് 4 പോയിന്റ്സ് ചുരുങ്ങിയത് വേണം ഇൻ ഓർഡർ ടു ഡ്രോ എ ക്വാഡ്രിലാറ്ററൽ. ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കണമെങ്കിൽ ചുരുങ്ങിയത് എത്ര പോയിന്റ്സ് വേണം? ചുരുങ്ങിയത് 4 പോയിന്റ്സ് വേണം. ഓക്കെ, സോ ഹിയർ ഇൻ ഓർഡർ ടു ഡ്രോ എ ക്വാഡ്രിലാറ്ററൽ യു നീഡ് മിനിമം 4 പോയിന്റ്സ്, റൈറ്റ്? മിനിമം 4 പോയിന്റ്സ് എങ്കിലും ആ ഒരു സെറ്റിലുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ മൊത്തം 9 പോയിന്റ്സ് ഉണ്ട്. സോ ഔട്ട് ഓഫ് ദിസ് 9 പോയിന്റ്സ് യു ക്യാൻ സെലക്ട് എനി 4 ടു മേക്ക് എ ക്വാഡ്രിലാറ്ററൽ. മൊത്തം 9 പോയിന്റ്സ് ഉണ്ട് അല്ലേ? മൊത്തം 9 പോയിന്റ്സ് ഉണ്ട്. ഈ 9 പോയിന്റ്സിൽ നിന്ന് ഏതെങ്കിലും 4 എണ്ണം എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ബിൽഡ് എ ക്വാഡ്രിലാറ്ററൽ. ഫോർ എക്സാമ്പിൾ എ, എഫ്, ജി, ബി, എ. ഓക്കെ, എ, എഫ്, ജി, ബി അതൊരു ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലേ? അടുത്തത് എഫ്, ജി, ഐ, എച്ച് അടുത്ത ക്വാഡ്രിലാറ്ററൽ ആണ്. സോ അങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ 4 പോയിന്റ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ക്വാഡ്രിലാറ്ററൽ ബിൽഡ് ചെയ്യാം. ആൻഡ് ദാറ്റ് 4 പോയിന്റ് ഷുഡ് ബി എന്തായിരിക്കണം? ദാറ്റ് 4 പോയിന്റ് ഷുഡ് ബി നോൺ കൊളീനിയർ. അതായത് ഈ പറയുന്ന പോലെ നോൺ കൊളീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കാറ്റേർഡ് ആയി കിടക്കുന്ന പോയിന്റ്സ്, ദോസ് പോയിന്റ്സ് ഷുഡ് ബി നോൺ കൊളീനിയർ ടു ഈച്ച് അതർ. അതായത് ആ പോയിന്റ്സ് നിങ്ങൾ 4 പോയിന്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ
ആ 4 പോയിന്റ്സ് എന്തായിരിക്കണം? ആ 4 പോയിന്റ്സ് അവരെ പരസ്പരം കമ്പയർ ചെയ്യുമ്പോൾ അവരെന്താവാൻ പാടില്ല? അവർ കൊളീനിയർ ആവാൻ പാടില്ല, അതല്ലെങ്കിൽ അവർ നോൺ കൊളീനിയർ ആയിരിക്കണം. ഉദാഹരണത്തിന് എ, ബി, ജി, എഫ് ഈ 4 പോയിന്റ്സ് വെച്ച് യു ബിൽഡ് എ ക്വാഡ്രിലാറ്ററൽ. And if you look on to this 4 points, they are non-collinear to each other. ഈ 4 പോയിന്റ്സ് നിങ്ങൾ കൺസിഡർ ചെയ്താൽ അവർ നോൺ കൊളീനിയർ ആണ്, അല്ലേ? ഫോർ എക്സാമ്പിൾ CDIH. അപ്പോൾ CDIH അഗെയിൻ യു ബിൽഡ് എ ക്വാഡ്രിലാറ്ററൽ. അവിടെയും എന്താണ്? ആ 4 പോയിന്റ്സ് നോൺ കൊളീനിയർ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ ബിൽഡ് ചെയ്യാൻ പറ്റിയത്. So, in order to build a quadrilateral, you need 4 points and that 4 points should be non-collinear. അവർ കൊളീനിയർ ആവാൻ പാടില്ല. ആ പോയിന്റ്സ് സ്കാറ്റേർഡ് ആയി കിടന്നാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ക്വാഡ്രിലാറ്ററൽ നമുക്ക് കിട്ടുള്ളൂ. ഇനി ക്വസ്റ്റ്യനിലേക്ക് കടന്നു കഴിഞ്ഞാൽ മൊത്തം 9 പോയിന്റ്സ് ഉണ്ട്, അല്ലേ? അതിൽ നിന്ന് 5 എണ്ണം കൊളീനിയർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൊത്തം 9 പോയിന്റ്സ് ഉണ്ട്, അല്ലേ? 9-ൽ നിന്ന് നമ്മൾ 4 പോയിന്റ്സ് എടുത്തിട്ടാണ് നമ്മൾ ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുന്നത്. So how many quadrilaterals that you can build by using 9 points? Okay, അതായത് 9 പോയിന്റ്സ് വെച്ച് നിങ്ങൾക്ക് എത്ര ക്വാഡ്രിലാറ്ററൽ ബിൽഡ് ചെയ്യാം? ഒരു ക്വാഡ്രിലാറ്ററലിന് മിനിമം 4 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ 9 പോയിന്റ്സ് ഉള്ള ഒരു ഷീറ്റിൽ നിങ്ങൾക്ക് എത്ര ക്വാഡ്രിലാറ്ററൽസ് വരയ്ക്കാം? 9C4 ക്വാഡ്രിലാറ്ററൽസ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലേ? 9C4 ക്വാഡ്രിലാറ്ററൽസ് നിങ്ങൾക്ക് വരയ്ക്കാം. പക്ഷേ കുറച്ച് സ്പെഷ്യൽ കേസ് ഉണ്ട്. അത് നിങ്ങൾ ഈ 9C4 എന്നുള്ള വാല്യൂവിൽ നിന്ന് റെഡ്യൂസ് ചെയ്യണം. ആദ്യം നമുക്ക് 9C4 എന്താണെന്നുള്ളത് ഒന്ന് കണ്ടുപിടിക്കാം. സോ 9C4 എങ്ങനെ കണ്ടുപിടിക്കാം? 9 into 8 into 7 into 6 divided by 1 into 2 into 3 into 4. So what will be the value for this? 4, 1 times 4, 2 times 8, 2 and 2 cancel ആയി പോയി, and 3, 2 times it is 6, 7, 2 times 14, 14 into 9, 14 into 9 it is 126 I think. 14 into 9, 9 4 times it is 36, yeah 126, 126. അതായത് 9 പോയിന്റ്സ് വെച്ച് നിങ്ങൾക്ക് എത്ര ക്വാഡ്രിലാറ്ററൽ ബിൽഡ് ചെയ്യാം? 9 പോയിന്റ്സ് വെച്ച് നിങ്ങൾക്ക് 126 ക്വാഡ്രിലാറ്ററൽ ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, 9 ഡിഫറെൻറ്റ് പോയിന്റ്സ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന 9 പോയിന്റ്സും നോൺ കൊളീനിയർ ആണെങ്കിൽ, അതായത് 9 പോയിന്റ്സ് നോൺ കൊളീനിയർ ആണ്, 9 പോയിന്റ്സ് ഈ പറയുന്ന പോലെ സ്കാറ്റേർഡ് ആയി കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ 9 പോയിന്റ്സ് വെച്ച് 126 ക്വാഡ്രിലാറ്ററൽസ് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ 9 പോയിന്റ്സിൽ 5 എണ്ണം എന്താണ്? 5 പോയിന്റ്സ് ആർ കൊളീനിയർ. അതായത് ഈ 5 പോയിന്റ്സും എന്താണ്? കൊളീനിയർ ആണ്. ഈ 5 പോയിന്റ്സിനെയും കണക്ട് ചെയ്ത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അപ്പോൾ ചില ക്വാഡ്രിലാറ്ററൽസ്, ഈ 126 ക്വാഡ്രിലാറ്ററൽസ് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു, അല്ലേ? പക്ഷേ ഈ 5 പോയിന്റ്സ് കൊളീനിയർ ആയതുകൊണ്ട് തന്നെ ഈ 5 പോയിന്റ്സ് ഫോം ചെയ്ത ക്വാഡ്രിലാറ്ററൽസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഉദാഹരണത്തിന് ABCD എന്ന 4 പോയിന്റ് ആണ് എടുക്കുന്നതെന്നിരിക്കട്ടെ. നിങ്ങൾ 9 പോയിന്റ് ഉള്ളതിൽ നിന്ന് ഏതെങ്കിലും 4 പോയിന്റ് എടുത്തിട്ടാണ് നിങ്ങൾക്ക് 126 ക്വാഡ്രിലാറ്ററൽസ് കിട്ടുമെന്ന് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഈ 9 പോയിന്റ്സ് ഉള്ളതിൽ നിങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ABCD എന്നായിക്കോട്ടെ. അപ്പോൾ ABCD എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ വെച്ച് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ കഴിയില്ല, അല്ലേ? യു ആർ ഗെറ്റിംഗ് എ സ്ട്രെയിറ്റ് ലൈൻ, അല്ലേ? ഇനി അതുപോലെ തന്നെ BCDE ആണെങ്കിൽ അവിടെയും ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഓക്കെ, BCDE ആണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുന്നത്. പിന്നെ EA, അതായത് EABC. അപ്പോൾ ഈ 5 പോയിന്റ്സിൽ നിങ്ങൾ 4 എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ, 5 പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ 4 എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തേ കിട്ടുന്നുള്ളൂ? നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈനേ കിട്ടത്തുള്ളൂ. അതായത് 126-ൽ നിങ്ങൾ അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ യു നീഡ് ടു റെഡ്യൂസ് ദി നമ്പർ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് അല്ലെങ്കിൽ ദി നമ്പർ ഓഫ് ഫിഗേഴ്സ് ഫോംഡ് ബൈ ദിസ് 5 കൊളീനിയർ പോയിന്റ്സ്. അപ്പോൾ ഈ 5 കൊളീനിയർ പോയിന്റ്സ് വെച്ച് നിങ്ങൾക്ക് കിട്ടിയ, അതായത് ഈ 5 കൊളീനിയർ പോയിന്റ്സ് വെച്ച് കിട്ടുന്ന ഫിഗേഴ്സ്, 5 കൊളീനിയർ പോയിന്റ്സിൽ നിന്ന് 4 എണ്ണം അറ്റ് എ ടൈമിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഫിഗർ എന്ത് ചെയ്യണം? ഈ 126-ൽ നിന്ന് നിങ്ങൾ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ 126 ആണ് നമുക്ക് നോർമലി 9 പോയിന്റ്സ് വെച്ച് നമുക്ക് കിട്ടേണ്ട ക്വാഡ്രിലാറ്ററൽ. പക്ഷേ 5 എണ്ണം കൊളീനിയർ ആയതുകൊണ്ട് ആ 5 കൊളീനിയർ പോയിന്റ്സ് വെച്ച് കിട്ടുന്ന ക്വാഡ്രിലാറ്ററൽസ് നമ്മൾ എന്ത് ചെയ്യണം? ക്വാഡ്രിലാറ്ററൽ കിട്ടൂല. നിങ്ങൾക്ക് 5 പോയിന്റ്സിൽ നിന്ന് 4 എണ്ണം എടുത്തു കഴിഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ കണ്ടീഷൻസ് എല്ലാം റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ 126 മൈനസ് 5C4 5 കൊളീനിയർ പോയിന്റ്സ് ആണ്. അതിൽ നിന്ന് 4 എണ്ണമല്ലേ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അല്ലേ? ഇൻ ഓർഡർ ടു ബിൽഡ് എ ക്വാഡ്രിലാറ്ററൽ. പക്ഷേ നിങ്ങൾക്ക് ക്വാഡ്രിലാറ്ററൽ കിട്ടത്തില്ല. അപ്പോൾ 126-ൽ നിന്ന് 5C4 റെഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും. അതായത് 126 മൈനസ് 5C4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 5 വരും, അല്ലേ? സോ 126 മൈനസ് 5 ഇറ്റ് ഇസ് 121.
121 കിട്ടി. അപ്പോൾ ഈ 121 ക്വാഡ്രിലാറ്ററൽസ് ആണ് ഈ പറയുന്ന ഫിഗറിലുള്ളത്. മീൻസ് അതായത് ഈ 9 പോയിൻറ്റ്സിൽ ഈ പറയുന്ന പോലെ 5 കൊളീനിയറും 4 നോൺ കൊളീനിയർ പോയിൻറ്റ്സും വെച്ച് നിങ്ങൾക്ക് 121 ക്വാഡ്രിലാറ്ററൽസ് വരയ്ക്കാൻ കഴിയും എന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നതെങ്കിൽ ഇനി നമ്മൾ ഒരു കണ്ടീഷനും കൂടെ ഇവിടെ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഏത് കണ്ടീഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേണ്ടേ ഇവിടെ നോക്കിക്കേ. ഇപ്പോൾ ഇവിടെ ഇത് 5 കൊളീനിയർ പോയിന്റ്സ് ആണ് അല്ലേ. അപ്പോൾ ഞാൻ ദേ ഇങ്ങനൊരു പോയിന്റ് സെലക്ഷൻ ആണെന്ന് നോക്കിക്കോട്ടെ. എ ബി ഓക്കെ ഇതേണ്ടേ എ ബി സി ആൻഡ് എഫ്. ഐ എം യൂസിങ് ദിസ് 4 പോയിന്റ്സ്. എ ബി സിയും എഫും എഗെയിൻ 4 പോയിന്റ്സ് ഉണ്ട്. നമുക്ക് ക്വാഡ്രിലാറ്ററൽ ഉണ്ടാക്കാൻ 4 പോയിന്റ്സ് മതി. പക്ഷേ ഇവിടെ ഞാൻ എ ബി സി എന്ന് പറയുന്ന 3 കൊളീനിയർ പോയിന്റും ഒരു നോൺ കൊളീനിയർ പോയിന്റും കൂടെ സെലക്ട് ചെയ്താൽ എനിക്ക് എന്താ കിട്ടുന്നത്? ഐ എം ഗെറ്റിംഗ് എ ട്രയാങ്കിൾ, റൈറ്റ് അല്ലേ. അതായത് ഈ 5 കൊളീനിയർ പോയിന്റ്സിൽ നിന്ന് ഞാൻ 3 കൊളീനിയർ പോയിന്റ് എടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന പോലെ ഒരു നോൺ കൊളീനിയർ പോയിന്റും കൂടെ എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു ട്രയാങ്കിൾ ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഫിഗേഴ്സും ഈ ട്രയാങ്കിൾസും നമ്മൾ എന്ത് ചെയ്യണം? ഈ 121 വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഈ 121 എന്നുള്ള ഫിഗർ കിട്ടിയത് അല്ലേ, ആദ്യം നിങ്ങൾക്ക് 126 കിട്ടിയത്. അപ്പോൾ 126 നിന്ന് നിങ്ങൾ ഈ കൊളീനിയർ പോയിന്റ്സ് കൊണ്ടുണ്ടാവുന്ന ക്വാഡ്രിലാറ്ററൽസ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് അല്ലേ, കാരണം ക്വാഡ്രിലാറ്ററൽ ഉണ്ടാവില്ല ഈ 5 പോയിന്റ്സ് വെച്ച്. അപ്പോൾ നമ്മൾ 5C4 വാല്യൂ കൊടുത്തിട്ട് 126 നിന്ന് 5C4ൻ്റെ വാല്യൂ 5 ആണ്. അപ്പോൾ 121 കിട്ടി. പക്ഷേ ഈ 121 പിന്നെയും ഫിൽട്ടർ ചെയ്യേണ്ട ആളുണ്ട്. അതായത് ഈ ട്രയാങ്കിൾസ് ഫോം ചെയ്യും ഇങ്ങനെ അല്ലേ. അതായത് 3 കൊളീനിയർ പോയിന്റ്സും ഒരു നോൺ കൊളീനിയർ പോയിന്റുവാ നിങ്ങളുടെ സെലക്ഷൻ എങ്കിൽ യു ആർ ഗെറ്റിംഗ് എ ട്രയാങ്കിൾ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ കണ്ടീഷൻസും നമ്മൾ എന്ത് ചെയ്യണം? ഈ 121 എന്ന് പറയുന്ന വാല്യൂവിൽ നിന്ന് നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് 121 നിന്ന് നമ്മൾ എന്ത് വാല്യൂ റെഡ്യൂസ് ചെയ്യണം? 121 നിന്ന് നോക്കിക്കേ 3 കൊളീനിയർ പോയിന്റ്സും ഒരു നോൺ കൊളീനിയർ പോയിന്റും വരുമ്പോഴാണ് ട്രയാങ്കിൾ ഫോം ചെയ്യുന്നത്. ആ കണ്ടീഷൻ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ 5 കൊളീനിയർ പോയിന്റ്സിൽ നിന്ന് 3 എണ്ണം സെലക്ട് ചെയ്യുക. 5C3 ഇൻറ്റു എത്ര നോൺ കൊളീനിയർ പോയിന്റ്സ് ഉണ്ട്? 4 നോൺ കൊളീനിയർ പോയിന്റ്സ്. അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുക 4C1. അപ്പോൾ 5C3 ഇൻറ്റു 4C1 വിൽ ഗീവ്സ് യു എ ട്രയാങ്കിൾസ്. ഓക്കെ, അതായത് ഇത്രയും പോയിന്റ്സ് വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ട്രയാങ്കിൾസ് ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളുടെ 121 ഈ പറയുന്ന ട്രയാങ്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ആ 121 നിന്ന് യു നീഡ് ടു റെഡ്യൂസ് 5C3 ഇൻറ്റു 4C1. 5C3 ഇൻറ്റു 4C1 വിൽ ഗീവ്സ് യു എ ട്രയാങ്കിൾ. സോ റെഡ്യൂസ് 121 മൈനസ് 5C3. 5C3 എന്ന് പറഞ്ഞാൽ വാല്യൂ എന്താണ്? 5C3 വിൽ ബി ഈക്വൽ ടു 5C2 അല്ലേ. അതായത് NCR എന്ന് പറയുമ്പോൾ NCR വിൽ ബി ഓൾവേസ് ഈക്വൽ ടു NCN മൈനസ് R. അപ്പോൾ ആ കൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്താൽ 5C3 ഈസ് ഈക്വൽ ടു 5C 5 മൈനസ് 3 ദാറ്റ് ഈസ് 5C2. സോ 121 മൈനസ് 5C2. 5C2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 5 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2. അപ്പോൾ 5 into 4 divided by 1 into 2. 2 times 4, 5 2 times it is 10. So 121 minus 10 into 4C1 എന്താണ്? 4 ആണ്. So 121 minus 40. 121 minus 40 നമുക്ക് എന്ത് കിട്ടും? 81. അതായത് മൊത്തം എത്ര ക്വാഡ്രിലാറ്ററൽസ് നിങ്ങൾക്ക് വരയ്ക്കാം? ഈ 9 കൊളീനിയർ പോയിന്റ്സിൽ 9 പോയിന്റ്സിൽ 5 കൊളീനിയർ പോയിന്റ്സ് ആണ് വരുന്നത്. അങ്ങനെ എത്ര ക്വാഡ്രിലാറ്ററൽസ് വരയ്ക്കാം ഇത്രയും പോയിന്റ്സ് വെച്ചിട്ട്? 81 ക്വാഡ്രിലാറ്ററൽസ് നിങ്ങൾക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണിത്. അതായത് ഇവിടെ അവർ പറഞ്ഞിരിക്കുകയാണ് മൊത്തം 9 പോയിന്റ്സ് ഉണ്ട്, അതിൽ 5 എണ്ണം കൊളീനിയറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 9C4 എടുക്കുമ്പോൾ നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ വേണ്ടി വി നീഡ് മിനിമം 4 പോയിന്റ്സ്. അപ്പോൾ 9C4 എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് ദി നമ്പർ ഓഫ് ക്വാഡ്രിലാറ്ററൽസ്. സോ യു ഗോട്ട് ദി വാല്യൂ ആസ് 126. ബട്ട് 126 ഇസ് നോട്ട് ദി ടോട്ടൽ നമ്പർ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് അല്ലേ. 126 അല്ല ഈ പറയുന്ന പോലെ നമ്പർ ഓഫ് ക്വാഡ്രിലാറ്ററൽസ്. കാരണം അതിൽ ഈ പറയുന്ന പോലെ ഫിൽട്ടർ ചെയ്യേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ ഫിൽട്ടർ ചെയ്ത് കളഞ്ഞ ആരെയാണ്? ഈ 5 കൊളീനിയർ പോയിന്റ്സ് കൊണ്ടുണ്ടാവുന്ന ക്വാഡ്രിലാറ്ററൽ അല്ലേ. കാരണം കൊളീനിയർ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ലൈങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ദേ വിൽ നോട്ട് മേക്ക് എനി ക്വാഡ്രിലാറ്ററൽസ്. സോ വി റെഡ്യൂസ്ഡ് ദാറ്റ് ക്വാഡ്രിലാറ്ററൽസ് ഫോംഡ് ബൈ ദിസ് 5 പോയിന്റ്സ് A, B, C, D and E. അപ്പോൾ 5 പോയിന്റ്സിൽ നിന്ന് 4 എണ്ണം എടുത്ത് ഫോം ചെയ്യുന്ന ക്വാഡ്രിലാറ്ററൽസ് അത് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കില്ല, എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ആ കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്തു? ഈ സെറ്റിൽ നിന്ന് നമ്മൾ റെഡ്യൂസ് ചെയ്തു. അതായത് 126 മൈനസ് 5C4 യു ഗോട്ട് ഇറ്റ് ആസ് 126 മൈനസ് 5 ഇത് 121 കിട്ടി. ഓക്കെ, പക്ഷേ 121 ഇനിയും ഫിൽട്ടർ ചെയ്യേണ്ട ആൾക്കാരുണ്ട്. വേണ്ട ഈ ട്രയാങ്കിളിൻ്റെ കൺസെപ്റ്റ് അല്ലേ. അതായത് 5 കൊളീനിയർ പോയിന്റ്സിൽ നിന്നും 3 എണ്ണം സെലക്ട് ചെയ്യുക,
എന്നിട്ട് ഒരു നോൺ കൊളീനിയർ പോയിന്റ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അല്ലേ, അപ്പോൾ നിങ്ങൾക്കൊരു ട്രയാങ്കിൾ ആണ് കിട്ടുന്നത്. ഈ ട്രയാങ്കിളും ഈ 121 പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു റെഡ്യൂസ് ദാറ്റ് കണ്ടീഷൻസ് ഓൾസോ. സോ 121 മൈനസ് 5c3 ഇൻറ്റു 4c1 അല്ലേ, 121 മൈനസ് 10 ഇൻറ്റു 40. അപ്പോൾ മൊത്തം 40 ട്രയാങ്കിൾസ് ഉണ്ട് ഇങ്ങനെ ഇതിനകത്ത്. ഇത് അതായത് ഈ 4 പോയിന്റ്സ് വെച്ചിട്ട് 3 കൊളീനിയറും ഒരു നോൺ കൊളീനിയറും വെച്ചിട്ട് നമുക്ക് മൊത്തം എത്ര ട്രയാങ്കിൾസ് ബിൽഡ് ചെയ്യാം? 40 ട്രയാങ്കിൾസ് ബിൽഡ് ചെയ്യാം. അപ്പോൾ 121 മൈനസ് 40 ദാറ്റ് വിൽ ബി 81. അപ്പോൾ 81 ആണ് ഈ പറയുന്ന പോലെ റിക്വയർഡ് നമ്പർ ഓഫ് ക്വാഡ്രിലാറ്ററൽസ്. അതായത് ഈ 9 പോയിന്റ്സിൽ 5 കൊളീനിയറും ബാക്കി നോൺ കൊളീനിയർ പോയിന്റ്സും വെച്ച് നമുക്ക് കിട്ടാവുന്ന മാക്സിമം നമ്പർ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് എത്രയാണ്? 81 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് ഏറെക്കുറെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്തേ. അതായത് നിങ്ങൾക്ക് 6 നോൺ കൊളീനിയർ പോയിന്റ്സ് തന്നിരിക്കുക, 6 നോൺ കൊളീനിയർ പോയിന്റ്സ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ട്രയാങ്കിൾസ് ക്യാൻ ബി ഫോംഡ് ബൈ യൂസിങ് ദ 6 നോൺ കൊളീനിയർ പോയിന്റ്സ്? ഈ 6 നോൺ കൊളീനിയർ പോയിന്റ്സ് വെച്ച് നിങ്ങൾക്ക് എത്ര ട്രയാങ്കിൾസ് ഫോം ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യണമെങ്കിൽ വി നീഡ് 3 നോൺ കൊളീനിയർ പോയിന്റ്സ് അല്ലേ, 3 നോൺ കൊളീനിയർ പോയിന്റ്സ് വേണം. അപ്പോൾ ഇവിടെ 6 നോൺ കൊളീനിയർ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ എത്ര ട്രയാങ്കിൾ ഫോം ചെയ്യാം? 6 നോൺ കൊളീനിയർ പോയിന്റ്സിൽ നിന്ന് 3 അറ്റ് എ ടൈം എടുക്കുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും അല്ലേ. അപ്പോൾ അതുപോലെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 6c3 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ 6c3 എന്ന് പറഞ്ഞാൽ വാല്യൂ എന്ത് വരും? 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3. 3 2 ടൈംസ് ഇറ്റ് ഇസ് 6, 2 2 ടൈംസ് ഇറ്റ് ഇസ് 4. സോ 5 2 ടൈംസ് ഇറ്റ് ഇസ് 10, 10 ഇൻറ്റു 2 ഇറ്റ് ഇസ് 20. അങ്ങനെ നിങ്ങൾക്ക് 20 ട്രയാങ്കിൾസ് ഫോം ചെയ്യാൻ കഴിയും. എത്ര ട്രയാങ്കിൾസ്? 20 ട്രയാങ്കിൾസ് ഫോം ചെയ്യാം. ഇനി ഈ 6 നോൺ കൊളീനിയർ എന്നുള്ളത് മാറ്റിയിട്ട് ഇങ്ങനെ പറയുകയാണ്, ഹൗ മെനി ട്രയാങ്കിൾസ് ക്യാൻ ബി ഫോംഡ് ബൈ യൂസിങ് 6 points, out of which 3 are collinear. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? 6 പോയിന്റ്സ് ഉണ്ട്, അതിൽ 3 എണ്ണം കൊളീനിയർ ആണെന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്ര ട്രയാങ്കിൾസ് ഫോം ചെയ്യാം? അപ്പോൾ നമുക്കറിയാം ട്രയാങ്കിൾസ് ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം 3 നോൺ കൊളീനിയർ പോയിന്റ്സ് വേണം. പക്ഷേ ഇവിടെ 6 പോയിന്റ്സ് ഉണ്ട്, അതിൽ 3 എണ്ണം കൊളീനിയർ ആണ് അല്ലേ. അതെങ്ങനെ വരും? വേണ്ടേ 1 2 3 4 5 6 അല്ലേ, ഇങ്ങനെ വരും. അപ്പോൾ എത്ര ട്രയാങ്കിൾസ് ഫോം ചെയ്യാം? നോർമലി 6c3 ട്രയാങ്കിൾസ് നിങ്ങൾക്ക് കിട്ടും, അതായത് 20 ട്രയാങ്കിൾസ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇതിൽ കുറച്ച് സ്പെഷ്യൽ കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? 3 കൊളീനിയർ പോയിന്റ്സ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ 3 കൊളീനിയർ പോയിന്റ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ട്രയാങ്കിൾ ഫോം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ 20 നമ്പേഴ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 കൊളീനിയർ പോയിന്റ്സ് കൊണ്ട് ഉണ്ടാവുന്ന ആ ഒരു ഫിഗറിനെ, 3 കൊളീനിയർ പോയിന്റ്സ് കൊണ്ട് നമുക്ക് കിട്ടുന്നത് ആകെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ നമ്മൾ അത് റെഡ്യൂസ് ചെയ്യണം. 20 മൈനസ് 3c3 അല്ലേ, 3 കൊളീനിയർ പോയിന്റ്സ് ടേക്കിംഗ് 3 അറ്റ് എ ടൈം. ട്രയാങ്കിൾ കിട്ടണമെങ്കിൽ 3 പോയിന്റ്സ് നമ്മൾ എടുക്കണ്ടേ. സോ 20 മൈനസ് 3c3, 3c3ൻ്റെ വാല്യൂ എത്ര വരും? ദാറ്റ് ഈസ് 3, 3 തന്നെ വരും അല്ലേ. 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 മൈനസ് 3 ഫാക്ടോറിയൽ, റൈറ്റ് അല്ലേ. 3c3, 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 മൈനസ് 3. സോറി, ഇറ്റ് ബിക്കംസ് 1, 3 അല്ല, അത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. സോറി, ഇറ്റ് ബിക്കംസ് 1 കേട്ടോ. ഇവിടെ 1 ആണ് വരുന്നത്. 3c3 ഇറ്റ് ഇസ് 1. സോ 20 മൈനസ് 1 ഇറ്റ് ഇസ് 19, 19 ട്രയാങ്കിൾ എന്ത് കിട്ടും? 19 ട്രയാങ്കിൾസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. അപ്പോൾ ട്രയാങ്കിൾസും ക്വാഡ്രിലാറ്ററൽസും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ക്വസ്റ്റ്യനും അവർ ചോദിക്കാം. സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ക്വസ്റ്റ്യനും അവർ ചോദിക്കാം. വേണ്ട ഈ ഒരു ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്ട്രെയിറ്റ് ലൈൻസ് ക്യാൻ ബി ഫോംഡ് ബൈ യൂസിങ് 6 points out of which 3 are collinear. How many straight lines can be formed by using 6 points out of which 3 are collinear? ഇതെങ്ങനെ ചെയ്യും? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ നമുക്ക് എത്ര പോയിന്റ്സ് വേണം മിനിമം? നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. വി നീഡ് മിനിമം 2 points in order to draw a straight line അല്ലേ. 2 പോയിന്റ്സ് വേണം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ. ഒരു ലൈനെ ഡിഫൈൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും 2 പോയിന്റ്സ് ആണ്. കാരണം ആ ലൈൻ്റെ ആംഗിൾ, അതുപോലെ തന്നെ ലെങ്ത് അല്ല, ആ ഒരു ലൈൻ ഏത് മീൻസ് അതിൻ്റെ ഡയറക്ഷൻസ് അതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആ ലൈനിൽ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്ന 2 പോയിന്റ്സ് ആണ്.
സോ മിനിമം നമ്മൾക്ക് എന്ത് വേണം? 2 പോയിന്റ്സ് വേണം ഇൻ ഓർഡർ ടു ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 6 പോയിന്റ്സ് ഔട്ട് ഓഫ് വിച്ച് 3 ആർ കൊളീനിയർ. കൊളീനിയർ കണ്ടീഷൻ വിട്. നമുക്ക് 6 പോയിന്റ്സ് ഉണ്ടെന്ന് വെച്ചോ, 6ഉം നോൺ കൊളീനിയർ ആണെന്നിരിക്കട്ടെ. അപ്പോൾ തൽക്കാലം കൊളീനിയർ കണ്ടീഷൻ ഡിസ്കസ് ചെയ്യേണ്ട. 6 നോൺ കൊളീനിയർ പോയിന്റ്സ് ആണെങ്കിൽ എത്ര ലൈൻസ് നിങ്ങൾക്ക് വരയ്ക്കാം? നോക്കിക്കേ, അതായത് ഒരു ലൈൻ കിട്ടണമെങ്കിൽ മിനിമം 2 പോയിന്റ്സ് വേണം. അപ്പോൾ മൊത്തം 6 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ 6ൽ നിന്ന് 2 അറ്റ് എ ടൈം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലൈൻ കിട്ടും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് എത്രയായിരിക്കും 6 പോയിന്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്? 6C2 ലൈൻസ് യു ക്യാൻ ബിൽഡ് അല്ലേ? അപ്പോൾ 6C2 എന്ന് പറയുമ്പോൾ 6 into 5 ഡിവൈഡഡ് ബൈ 1 into 2. 2 3 times it is 6, 5 3 times it is 15. 15 ലൈൻസ് നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയും. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൗ മെനി സ്ട്രെയിറ്റ് ലൈൻസ് അല്ലേ? How many straight lines can be built? How many straight line can be drawn by using 6 points out of which 3 are collinear? അപ്പോൾ നോക്കിക്കേ, ഇവിടെ 6 പോയിന്റ്സ് ഉണ്ട് അല്ലേ? 1 2 3 4 5 6 A B C D E F. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ ബി സി കൊളീനിയർ ആണ് അല്ലേ? എ ബി സി കൊളീനിയർ ആണ് അവിടെ. ആൻഡ് ബാക്കി പോയിന്റ്സ് നോൺ കൊളീനിയർ. അപ്പോൾ നോർമലി 6 പോയിന്റ് ഉള്ളപ്പോൾ നമുക്ക് എത്ര സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാം? വി ക്യാൻ ഡ്രോ 6C3 അല്ലേ? സോറി 6C2 സ്ട്രെയിറ്റ് ലൈൻസ്. അപ്പോൾ 6C2 നമുക്ക് എത്രയാണ് നേരത്തെ കിട്ടിയത്? 15 അല്ലേ? 15 ആണ്. 6 into 5 ഡിവൈഡഡ് ബൈ 1 into 2 വി ഗോട്ട് ഇറ്റ് ആസ് 15. അപ്പോൾ നോർമലി 6 പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് 15 ലൈൻസ് വരയ്ക്കാം. പക്ഷെ ഇവിടെ 3 എണ്ണം എന്താണ്? 3 ആർ കൊളീനിയർ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കേ, ഈ 3 പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് ഒറ്റ സ്ട്രെയിറ്റ് ലൈനെ വരയ്ക്കാൻ കഴിയും അല്ലേ? ഈ 3 പോയിന്റ്സ് വെച്ചിട്ട് ഒറ്റ സ്ട്രെയിറ്റ് ലൈനെ വരയ്ക്കാൻ കഴിയും. നിങ്ങളിവിടെ കൺഫ്യൂസ്ഡ് ആവും. എയും ബി ഒരു ലൈൻ അല്ലേ, പിന്നെ ബിയും സിയും മറ്റൊരു ലൈൻ, അങ്ങനെ നമുക്ക് എടുത്തൂടെ? അല്ല, അത് ലൈൻ സെഗ്മെന്റ് എന്നാണ് പറയുന്നത്. 2 പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലൈനെ നമ്മൾ എന്ത് വിളിക്കും? ലൈൻ സെഗ്മെന്റ് എന്നാണ്. എ ബി എന്ന് പറയുന്നത് ഒരു ലൈൻ സെഗ്മെന്റ് ആണ്. ഇതിനൊരു ഡെഫിനിറ്റ് ലെങ്ത് ഉണ്ട്, 7 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷെ നമ്മൾ പറയുന്നത് ലൈൻ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് ഈ 2 പോയിന്റിൽ നിന്നിട്ട് ഈ ലൈൻ ഇൻഫിനിറ്റിയിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ എ ബിയിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഇൻഫിനിറ്റിയിൽ നിന്നും വന്ന് എ ടച്ച് ചെയ്ത് ബി ടച്ച് ചെയ്ത് മറ്റൊരു ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ്. അതിനെയാണ് നമ്മൾ ലൈൻ എന്ന് വിളിക്കുന്നത്. ലൈൻ ഒരു ഡെഫിനിറ്റ് ലെങ്ത് നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം 1 ഇൻഫിനിറ്റി ആൻഡ് ഗോയിങ് ടു അനദർ ഇൻഫിനിറ്റി ആൻഡ് പാസിംഗ് ത്രൂ 2 പോയിന്റ്സ്. 2 പോയിന്റ്സ് വേണം ഒരു സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്യണമെങ്കിൽ അല്ലേ? മിനിമം 2 പോയിന്റ്സ് വേണം. ആ 2 പോയിന്റ്സിലൂടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എ ബി സി എന്ന് പറയുന്ന ഈ എ ബി സിയിലൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ പാസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒറ്റ ലൈനെ വരയ്ക്കാൻ കഴിയുമോ ഈ 3 പോയിന്റ്സിലൂടെ? ഞാൻ പറഞ്ഞത് മിനിമം 2 പോയിന്റ് വേണം ഒരു ലൈൻ വരയ്ക്കണമെങ്കിൽ അല്ലേ? പക്ഷേ 3 കൊളീനിയർ പോയിന്റ്സ് ആണെങ്കിലും ഒറ്റ ലൈനെ നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയും അല്ലേ? അത് ലൈൻ ഇങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് എക്സ്റ്റെൻഡ് ആവുകയാണ്. അപ്പോൾ ഇവിടെ ലൈൻ സെഗ്മെന്റ് എന്നാണെങ്കിൽ പിന്നെ ഓക്കെ, അതായത് എ ബി എന്ന് പറഞ്ഞൊരു ലൈൻ സെഗ്മെന്റ് ആണ്, ബി സി എന്ന് പറഞ്ഞ മറ്റൊരു ലൈൻ സെഗ്മെന്റ് ആണ്. പക്ഷേ ഇവിടെ സെഗ്മെന്റ് അല്ല പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ലൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ഈ 3 പോയിന്റ്സിലൂടെയും 2 ഇൻഫിനിറ്റിയിലേക്കും ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ് ഈ ലൈൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എയും ബിയും സിയും കണക്ട് ചെയ്ത് ഒറ്റ ലൈനെ നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണത്. അപ്പോൾ നോർമലി നിങ്ങൾക്ക് 15 എണ്ണം വരയ്ക്കാവുന്നതാണ്. പക്ഷേ 3 എണ്ണം എന്താണ്? ഈ പറയുന്ന പോലെ കൊളീനിയർ ആയിട്ട് വരും. അപ്പോൾ 15ൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഈ 3C2 അങ്ങ് റെഡ്യൂസ് ചെയ്യണം. അതായത് നിങ്ങൾക്കറിയാം മിനിമം 3 പോയിന്റ്സിൽ നിന്ന് അല്ലേ, അതായത് മിനിമം 2 പോയിന്റ് എങ്കിലും വേണം ഒരു ലൈൻ വരയ്ക്കാൻ. അപ്പോൾ 3 കൊളീനിയർ പോയിന്റ്സ് ആണ്. അപ്പോൾ 15 മൈനസ് 3C2 ചെയ്യുമ്പോൾ നോക്കിക്കേ എന്ത് കിട്ടും? 15 - 3C2 എന്ന് പറഞ്ഞാൽ വിച്ച് വിൽ ബി ഈക്വൽ ടു 3C1 വിച്ച് ഇസ് 3. അപ്പോൾ 15 - 3 എത്ര കിട്ടും? നമുക്ക് 12 എന്ന് കിട്ടും. ഓക്കെ, പക്ഷെ 12 അല്ല ആൻസർ. അതായത് 15 3C2 ചെയ്തപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ അങ്ങ് മാഞ്ഞുപോയി. മനസ്സിലായില്ലേ? ഈ ഒരു ലൈനെ നമ്മളങ്ങ് റെഡ്യൂസ് ചെയ്ത് കളഞ്ഞതാണ് 3C2 ചെയ്തപ്പം. 15ൽ നിന്ന് 3C2 നിങ്ങൾ റെഡ്യൂസ് ചെയ്തപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 3C2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 3 കൊളീനിയർ പോയിന്റ്സ് കൊണ്ട് ഉണ്ടാവുന്ന ഒരു ലൈൻ അല്ലേ? അപ്പോൾ 3ൽ നിന്ന് 2 എണ്ണം എടുത്ത് ഉണ്ടാകുന്ന ഒരു ലൈനെയാണ് 3C2 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എയും ബിയും എടുത്ത് നിങ്ങൾ ഒരു ലൈൻ ഫോം ചെയ്തു. ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി പാസിംഗ് ത്രൂ സി. ഇനി ബിയും സിയും എടുത്ത് നിങ്ങളൊരു ലൈൻ പാസ് ചെയ്തു. അത് എഗെയിൻ ഈ പറയുന്ന പോലെ എയും ബിയും സിയും ടച്ച് ചെയ്തായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എയും ബിയും എടുത്താലും ബിയും സിയും എടുത്താലും എയും സിയും എടുത്താലും എല്ലാം ഒരു ലൈൻ തന്നെയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ 3C2 റെഡ്യൂസ് ചെയ്തത്.
പക്ഷെ 3C2 റെഡ്യൂസ് ചെയ്തപ്പോൾ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈൻസ് എല്ലാം നമ്മൾ അങ്ങ് റെഡ്യൂസ് ചെയ്ത്, മനസ്സിലായില്ലേ? മൊത്തത്തിൽ ഈ പോയിന്റ്സ് കൊണ്ട് ഉണ്ടാവുന്ന ലൈൻസ് കംപ്ലീറ്റ് റെഡ്യൂസ് ചെയ്ത് കളഞ്ഞു. പക്ഷെ നമുക്കറിയാം ഇത് മൂന്നും ടച്ച് ചെയ്ത് ശരിക്കും ഒരു ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ലൈൻ നമ്മൾ ആഡ് ചെയ്യണം. സോ 12 + 1 13. So 13 will be the number of straight lines that can be formed by using 6 points, out of which 3 are collinear. അല്ലേ? അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. മൊത്തം 6 പോയിന്റ്സ് ഉണ്ട് അല്ലേ? മൊത്തം 6 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ 6 പോയിന്റ്സിൽ 3 എന്താണ്? കൊളീനിയർ ആണ്. അപ്പോൾ 3 കൊളീനിയർ ആകുമ്പോൾ ശരിക്കും നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ എത്ര എണ്ണം വേണം? മിനിമം 2 പോയിന്റ്സ് എങ്കിലും വേണം. അപ്പോൾ ഇവിടെ 6 പോയിന്റ്സ് കൊണ്ട് നിങ്ങൾക്ക് എത്ര സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം? 6C2 സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ദാറ്റ് വിൽ ഗിവ്സ് യു 15. പക്ഷെ 15 ഈ പറയുന്ന പോലെ ഇതേണ്ടേ ഈ 3 കൊളീനിയർ പോയിന്റ്സ് ഉണ്ട്. ഈ 3 കൊളീനിയർ പോയിന്റ്സിലൂടെ ഒറ്റ സ്ട്രെയിറ്റ് ലൈനെ നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയും അല്ലേ? ഇതിൽ നിന്ന് നിങ്ങൾ 2 അറ്റ് എ ടൈം എടുത്താൽ അല്ലേ, 3 കൊളീനിയർ പോയിന്റ്സിൽ നിന്ന് നിങ്ങൾ ആദ്യം AB എടുക്കുകയാണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. BC എടുക്കുകയാണ്, മറ്റൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. AC എടുക്കുകയാണ്, മറ്റൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. പക്ഷെ എങ്ങനെ വരച്ചാലും ഇതെല്ലാം ഒരേ സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത് നമ്മൾ റെഡ്യൂസ് ചെയ്തു. 15 നിന്ന് 3C2 റെഡ്യൂസ് ചെയ്തു. 3C2 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 15 നിന്ന് നിങ്ങൾ 3 റെഡ്യൂസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? 12 കിട്ടി. പക്ഷെ നിങ്ങൾ ആ 3C2 റെഡ്യൂസ് ചെയ്തപ്പോൾ ശരിക്കും എന്താ പറ്റിയത്? ശരിക്കും ഈ ലൈൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോകുമായിരുന്നു അല്ലേ? അതായത് ഈ 3 പോയിന്റ്സ് കൊണ്ട് ഉണ്ടാവുന്ന ലൈൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്തു പോയി അല്ലേ? പക്ഷേ നമുക്കറിയാം ഒരു സിംഗിൾ ലൈൻ ഇത് 3ലൂടെയും പാസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഒറ്റ ലൈൻ. അപ്പോൾ ആ ലൈനും കൂടെ അറിയാതെ റിമൂവ് ആയിപ്പോയി. അതായത് ഈ 3 പോയിന്റ്സ് കൊണ്ട് ഫോം ചെയ്യുന്ന എല്ലാ ലൈൻസും എന്ത് ചെയ്തിപ്പോയി? റിമൂവ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ അത് തിരിച്ച് ആഡ് ചെയ്യണം. ആ റിമൂവ് ചെയ്ത ഒറ്റ ലൈനും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ചെയ്യണം. സോ 13 will be the total number of straight lines that can be formed by using 6 points, out of which 3 are collinear. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. If sum of 12 sweets of same type are distributed among 3 students, how many ways the sweets can be distributed? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് കോമ്പിനേഷൻസിൽ ഈ സിമിലർ ടു ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ്, അതായത് സിമിലർ തിങ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഡിഫറെൻറ്റ് തിങ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണിത്. നോക്കിക്കേ, ഇഫ് സം ഓഫ് 12 സ്വീറ്റ്സ് ഓഫ് സെയിം ടൈപ്പ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് 3 സ്റ്റുഡൻസ്, അതായത് 12 സ്വീറ്റ്സ് ഉണ്ട്. ഈ 12 സ്വീറ്റ്സും ഒരേ ടൈപ്പിലുള്ള സ്വീറ്റ്സ് ആണ്. ആൻഡ് ദിസ് സ്വീറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഡിഫറെൻറ്റ് സ്റ്റുഡൻസ്, അതായത് എത്ര ഡിഫറെൻറ്റ് സ്റ്റുഡൻസ്? 3 ഡിഫറെൻറ്റ് സ്റ്റുഡൻസ്, 3 കുട്ടികൾക്കായിട്ട് വീതിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ ഈ സ്വീറ്റ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുട്ടികളെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ആൾക്കാരാണ് അല്ലേ? അതായത് ദേ ആർ ഡിഫറെൻറ്റ് പേഴ്സൺസ്, 3 പേഴ്സണാലിറ്റീസ് ആണ്. അപ്പോൾ സെയിം തിങ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഡിഫറെൻറ്റ് പീപ്പിൾ. സെയിം തിങ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഡിഫറെൻറ്റ് പീപ്പിൾ. അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം വന്നാൽ നോക്കിക്കേ, സ്വീറ്റ്സ് ഓഫ് സെയിം ടൈപ്പ്, നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു കീവേഡ് ഉണ്ടെങ്കിൽ സ്വീറ്റ്സ് ഓഫ് സെയിം ടൈപ്പ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കോയിൻസ് ഓഫ് സെയിം ടൈപ്പ്. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സാധനം സെയിം ആണോ അല്ലയോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആർക്കായിരിക്കും? തീർച്ചയായിട്ടും 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും, അല്ലെങ്കിൽ 3 ഡിഫറെൻറ്റ് ബോക്സസിലോട്ടായിരിക്കും, അല്ലെങ്കിൽ 3 ഡിഫറെൻറ്റ് തിങ്സിലോട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ സെയിം ടൈപ്പ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഡിഫറെൻറ്റ് ടൈപ്സ്, അതായത് സെയിം സാധനം എന്ത് ചെയ്യുന്നു? ഡിഫറെൻറ്റ് ആൾക്കാരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യുന്നത് നോക്കാം. 12 സ്വീറ്റ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ 12 സ്വീറ്റ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ 3 കുട്ടികളുണ്ട്. അവരെ ABC എന്ന് വിളിക്കാം. ആൻഡ് ഹൗ മെനി വേസ് യു ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ദി സ്വീറ്റ്സ്? അപ്പോൾ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? ഇപ്പോൾ Aക്ക് ഞാൻ 12 സ്വീറ്റും കൊടുക്കുകയാണ്. Aക്ക് ഞാൻ 12 സ്വീറ്റും കൊടുത്താൽ Bക്ക് 0, Cക്ക് 0. എനിക്ക് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇനി അടുത്തത് Bക്ക് ഞാൻ 12 കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ Aക്ക് 0, Cക്ക് 0. എനിക്ക് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇനി Aക്ക് ഞാനൊരു 5 എണ്ണം കൊടുക്കുക, ആൻഡ് Bക്ക് ഞാനൊരു 5 എണ്ണം കൊടുക്കുകയാണ്. Cക്ക് അപ്പോൾ എത്ര കിട്ടും? ഒരു 2 എണ്ണം കിട്ടും. എനിക്ക് ഇങ്ങനെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ 12 സം കിട്ടുന്നത് നോക്കിക്കേ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? 12 ആണ് അല്ലേ? അപ്പോൾ 12 സം കിട്ടുന്ന ഏത് രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. വേറെ കണ്ടീഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. കണ്ടീഷൻസ് വരുന്നതുകൊണ്ട് അത് അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ കണ്ടീഷൻസ് ഒന്നും പറഞ്ഞില്ല, അവർ ചുമ്മാ ചോദിക്കുകയാണ് ഹൗ മെനി സ്വീറ്റ്സ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദിസ് 3 പീപ്പിൾ, റൈറ്റ്? 3 സ്റ്റുഡൻസ് ഇഫ് യു ഹാവ് 12 സ്വീറ്റ്സ് ഓഫ് സെയിം ടൈപ്പ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല രീതിയിൽ എനിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്തുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ ഈ ഒരു ചാർട്ട് എഴുതുമ്പോൾ ഇറ്റ് വിൽ ബി എ ലെങ്തിയർ ചാർട്ട്, റൈറ്റ്? ഭയങ്കര ലെങ്തി ആയിട്ട് ഇത് പോകും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളൂ. ബട്ട് യു വിൽ ടേക്ക് മച്ച് ടൈം
ഇഫ് യു ആർ റൈറ്റിംഗ് ഓൾ ദീസ് തിങ്സ് റൈറ്റ്. അതായത് പിന്നെ നമുക്ക് പല കോമ്പിനേഷൻസിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ 12ൻ്റെ സം കിട്ടും. അതെല്ലാം നമ്മൾ എഴുതിയിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാം അല്ലേ. പക്ഷെ അതിനേക്കാളും നല്ലത് ഈ പറയുന്ന പോലെ വളരെ വളരെ എളുപ്പത്തിൽ, പിന്നെ അതുപോലെ തന്നെ ഈ കോമ്പിനേഷൻസ് അല്ലേ, എ ബി സി ഇവിടെ നിങ്ങൾ 12 കൊടുത്തു അല്ലേ. അപ്പോൾ ഇത് തന്നെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്യാം അല്ലേ. 12 0 0, ബിക്ക് 0 സിക്ക് 0. പിന്നെ അതുപോലെ തന്നെ ഈ 12 ആർക്ക് വരാം, സിക്ക് വരാം, 12 ബിക്ക് വരാം. പിന്നെ വേണ്ടേ 5 5 2 അല്ലേ. അപ്പോൾ ഈ സിറ്റുവേഷനിലാണെങ്കിലും ഈ പറയുന്ന പോലെ ബിക്ക് 2 വരാം, എക്ക് 2 വരാം. അപ്പോൾ ഇത് തന്നെ പിന്നെയും അങ്ങോട്ട് ഷഫിൾ ചെയ്ത് ഇറ്റ് വിൽ ബി എ ലെങ്തിയർ യുനോ. ആ ഒരു മൊത്തം സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയി പോകും. പക്ഷെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിക്കേ, 12 സ്വീറ്റ്സ് ആണ് അല്ലേ. ഞാൻ ആ സ്വീറ്റ്സ് വേണ്ടേ ഇങ്ങനെ സർക്കിൾ വെച്ച് ഞാൻ ആ സ്വീറ്റ്സ് ഡിനോട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12. 12 സ്വീറ്റ്സ് ഉണ്ടെന്ന് വെച്ചു അല്ലേ. 12 സ്വീറ്റ്സ് ഉണ്ട്, വെക്കുകയല്ല, ഉണ്ട്. 12 സ്വീറ്റ്സ് ഉണ്ട് നമുക്കിവിടെ. ഓക്കെ, അപ്പോൾ 12 സ്വീറ്റ്സ് ഉണ്ട്. ഒന്ന് എണ്ണി നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ 12 സ്വീറ്റ്സ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഓൾ റൈറ്റ്. അപ്പോൾ ഇവിടെ 12 സ്വീറ്റ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലേ. അതായത് ഈക്വൽ സൈസിന് 1 2 3 4 5 6 7 8 9 10 11 12 12 സ്വീറ്റ്സ് അതെ റൈറ്റ്. അപ്പോൾ എനിക്കിത് 3 കുട്ടികളിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഞാൻ ഈ സ്വീറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വേണ്ട, ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ബാർ ഇടുകയെന്ന് വെച്ചു. ഇവിടെ ഇങ്ങനെ ഒരു ബാർ ഇട്ടു ആൻഡ് ഇവിടെ ഇങ്ങനൊരു ബാർ വരച്ചു അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഈ പറയുന്ന പോലെ 3. അടുത്ത ഗ്രൂപ്പിൽ എത്രയുണ്ട്? 1 2 3 4 5 5. അടുത്ത ഗ്രൂപ്പിലോ 1 2 3 4 4. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണെന്നിരിക്കട്ടെ, 3 5 4. എനിക്ക് ഇങ്ങനെ സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അല്ലേ. ഇനിയിപ്പോൾ ഈ ബാർ ഞാനൊന്ന് ചേഞ്ച് ചെയ്യാം. ഇതേണ്ടേ, ഞാൻ ഇവിടാണ് ബാർ വരയ്ക്കുന്നതെന്ന് വെച്ചു. അടുത്ത ബാർ ഇവിടെ വരച്ചു. അപ്പോൾ ഫസ്റ്റ് കുട്ടിക്ക് എത്ര സ്വീറ്റ്സ് കിട്ടും? 1 2 3 4 5 6. ഫസ്റ്റ് കുട്ടിക്ക് 6 സ്വീറ്റ്സ്, രണ്ടാമത്തെ കുട്ടിക്ക് 3, മൂന്നാമത്തെ കുട്ടിക്ക് 3. അപ്പോൾ ഇങ്ങനെയും എനിക്ക് സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതായത് എ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിന് 6 എണ്ണം കിട്ടി, ബിക്ക് 3, സിക്ക് 3. എനിക്ക് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇനി എഗെയിൻ എനിക്ക് ബാറിൻ്റെ പോയിൻറ്റ്സ്, അതായത് ആ ബാറിൻ്റെ ഈ പറയുന്ന പോലെ പൊസിഷൻ മാറ്റിയാൽ വേണ്ടേ, ഞാൻ ഇവിടെ ഒരു ബാർ വരയ്ക്കുന്നു ആൻഡ് ഇവിടെ ഒരു ബാർ വരയ്ക്കുന്നു. നോക്കിക്കേ, ഫസ്റ്റ് കുട്ടിക്ക് 2 സ്വീറ്റ്, രണ്ടാമത്തെ കുട്ടിക്കോ 1 2 3 4 5 6 7 8 8 സ്വീറ്റ്സ്, ലാസ്റ്റ് കുട്ടിക്ക് എഗെയിൻ 2 സ്വീറ്റ്സ്. ഇങ്ങനെയും എനിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കാര്യം മനസ്സിലായി? അതായത് ഈ ഇത്രയും ഐറ്റംസ് നോക്കിക്കേ, ഈ ഐറ്റംസ് എല്ലാം, അതായത് ഈ ബാറ് ഈ പറയുന്ന പോലെ പല പൊസിഷൻസിലേക്ക് പോകുമ്പോൾ യു വിൽ ഗെറ്റ് ദാറ്റ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കോമ്പിനേഷൻസ്. അപ്പോൾ അതേണ്ട ഇവിടെ 2 8 2 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ കിട്ടി. അതുപോലെ തന്നെ നോക്കിക്കേ, ഇനി മറ്റൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേണ്ടേ, ഞാനിപ്പോൾ ബാർ ഇവിടെയാണ് ബാർ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇതേണ്ട ഇവിടെയാണ് ഞാൻ ബാർ വരയ്ക്കുന്നത്. സോ 1 2 3 4 5 1 2 3 4 5 6 2 and 4. ഇത് മറ്റൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ശരിക്കും ഈ ബാറിൻ്റെ പൊസിഷൻ മാറുന്നതനുസരിച്ച് എനിക്ക് പല പല കോമ്പിനേഷൻസ് കിട്ടും അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഈ ബാർ ഇൻക്ലൂഡ് ചെയ്തിട്ട് ശരിക്കും ഈ ബാറും അതുപോലെ തന്നെ ഈ 12 സെയിം ടൈപ്പ് ഓഫ് സ്വീറ്റ്സ് ഇവരുടെ പൊസിഷൻസ് ഷഫിൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ പല പൊസിഷൻസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവരെ ഷഫിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആ റിക്വയർഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് സ്വീറ്റ്സ് കിട്ടും അല്ലേ. അതായത് ആ റിക്വയർഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് കിട്ടും. അതായത് ഈ ബാറും സ്വീറ്റ്സും അവരുടെ പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഈ പറയുന്ന പോലെ മാറ്റുമ്പോൾ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള എത്ര നമ്പർ ഓഫ് സ്വീറ്റ്സ് ആദ്യത്തെ കുട്ടിക്ക് കിട്ടി, അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്പർ നമുക്ക് കിട്ടും അല്ലേ. ഒരു ഉദാഹരണം കൂടെ ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഞാൻ ബാർ ഇവിടെ വരയ്ക്കുകയാണെന്ന് വെച്ചു, ഇവിടെ ബാർ. അപ്പോൾ ഫസ്റ്റ് കുട്ടിക്ക് എയ്ക്ക് ഒരു സ്വീറ്റും കിട്ടിയില്ല. രണ്ടാമത്തെ കുട്ടിക്ക് എത്ര കിട്ടി? രണ്ടാമത്തെ കുട്ടിക്ക് 9 അല്ലേ. 1 2 3 4 5 6 7 8 9. മൂന്നാമത്തെ കുട്ടിക്ക് 3. അപ്പോൾ ഇവിടെ ഈ ബാറിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന അനുസരിച്ചിട്ട് നമുക്കിവിടെ എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദി റിക്വയർഡ് നമ്പർ ഓഫ് കോമ്പിനേഷൻസ് അറ്റ് വിച്ച് ദ സ്വീറ്റ്സ് ആർ ഗിവൺ ടു ദി ചിൽഡ്രൻ അല്ലേ, സെയിം ടൈപ്പ് ഓഫ് സ്വീറ്റ്സ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, മൊത്തവും ഈ ബാർ ഉൾപ്പെടെ മൊത്തം എത്ര ഐറ്റംസ് ഉണ്ട്? സ്വീറ്റ്സ് മൊത്തം 12 ഉണ്ട് അല്ലേ. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14
മൊത്തം 14 ഐറ്റംസ് ഉണ്ട്. ഈ 14 ഐറ്റംസിനെ നമുക്ക് പല രീതിയിൽ ഷഫിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദ നമ്പർ ഓഫ് വേസ് ദ സ്വീറ്റ്സ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് കിട്ടും അല്ലേ? അതായത് ഈ ബാറും അതുപോലെ ഈ സ്വീറ്റ്സും ഈ പല രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദി എക്സാക്ട് നമ്പർ ഓഫ് വേസ് യു ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ദ സ്വീറ്റ്സ് among the 3 children അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ എത്ര ഐറ്റംസ് ഉണ്ട്? മൊത്തം 14 ഐറ്റംസ് ഉണ്ട്. സോ 14 ഫാക്ടോറിയൽ വേസ് യു ക്യാൻ അറേഞ്ച് അല്ലേ? 14 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ സ്വീറ്റ്സ് എന്ന് പറഞ്ഞത് സെയിം ടൈപ്പ് ആണ് അല്ലേ? മൊത്തം എത്ര സെയിം ടൈപ്പ് സ്വീറ്റ്സ് ഉണ്ട്? 12. സോ 14 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 12 ഫാക്ടോറിയൽ ഇൻറ്റു പിന്നെ ഇനി ആരാണ് സെയിം ടൈപ്പ് ഉള്ളത്? ദേണ്ട ഈ ബാറും സെയിം ടൈപ്പ് അല്ലേ? സോ 12 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. എത്ര ബാറുണ്ട്? 2 ബാറുണ്ട് അല്ലേ? സോ 14 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 12 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. നോക്കിക്കേ മൊത്തം 12 സെയിം കൈൻഡ് ഓഫ് സ്വീറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ 12 സെയിം കൈൻഡ് ഓഫ് സ്വീറ്റ്സ് ഈ 3 കുട്ടികൾക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഈ ബാറാണ്. ഓക്കെ, ആ ബാർ വെച്ചിട്ടാണ് നമ്മൾ ഇത്ര കുട്ടിക്ക് ഇത്ര സ്വീറ്റ്സ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ബാറിൻ്റെ പൊസിഷൻസ് ഈ സ്വീറ്റ്സിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ സ്വീറ്റ്സും ബാറും ഓൾ ടുഗദറായിട്ട് എടുത്തിട്ട് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയൊക്കെ രീതിയിൽ ഷഫിൾ ചെയ്യാം അത്രയും നമ്പർ ഓഫ് വേസ് യു ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് സ്വീറ്റ്സ് among 3 children. അപ്പോൾ 14 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 12 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ വിൽ ബി അവർ ആൻസർ. അപ്പോൾ 14 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 12 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? നോക്കിക്കേ 14 ഫാക്ടോറിയലിനെ എനിക്ക് 12 ഫാക്ടോറിയൽ ഇൻറ്റു 13 ഇൻറ്റു 14 എന്ന് എഴുതാം അല്ലേ? ദ വോൾ ഡിവൈഡഡ് ബൈ 12 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു 2. 12 ഫാക്ടോറിയൽ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിക്കേ 13 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2. 13 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 എവിടെയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? എന്താ ഇതിൻ്റെ വാല്യൂ? അതായത് 13C2 അല്ലേ? 13C2 സോറി 13 അല്ല 13 ഇൻറ്റു 14 അല്ലയോ മക്കളെ? 12% അല്ല 12 ഫാക്ടോറിയൽ ഇൻറ്റു 13 ഇൻറ്റു 14. 13 ഇൻറ്റു 14 ആണ്. 13 ഇൻറ്റു 14 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2. അപ്പോൾ 14C2 എന്ന് വരും അല്ലേ? 14C2 ഞാനത് മായിച്ചിട്ടൊന്നും കൂടെ എഴുതാം. 14C2 വരും കേട്ടോ. 14C2 14C2. ഈ 14C2 എന്ന് പറഞ്ഞാൽ നോക്കിക്കേ 14C2 ആണ് ശരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. ശരിക്കും നിങ്ങൾക്കിത് ഡയറക്റ്റ് 14C2യിലേക്ക് പോകാം ഇത്രയും സ്റ്റെപ്സ് എഴുതാതെ. നോക്കിക്കേ 12 സ്വീറ്റ് പ്ലസ് 2 ബാർ. 12 പ്ലസ് 2 14 അല്ലേ? 14 എത്ര ഡിവിഷനാണ്? നോക്കിക്കേ 2 ഡിവിഷൻ 14C2. അപ്പോൾ മൊത്തം ഐറ്റംസ് 14 എത്ര ബാറുണ്ട്? 2 ബാർ. സോ 14C2 എന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിൽ നിന്ന് എഴുതാം. അപ്പോൾ സെയിം ഐറ്റംസ് ദാറ്റ് നീഡ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് among 3 different children. അപ്പോൾ നിങ്ങൾക്ക് ഈ ഐറ്റംസ് നോക്കുക എത്ര ഡിവിഷൻ ഉണ്ട് നോക്കുക. ഇവിടെ 3 കുട്ടികൾക്ക് ഡിവൈഡ് ചെയ്യുന്നുണ്ട് 2 ഡിവിഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ ആ ഡിവിഷൻ ഉൾപ്പെടെ 14 ഐറ്റംസ് ഉണ്ട്. സോ 14 ഐറ്റംസ് വി നീഡ് ടു ഷഫിൾ റൈറ്റ്. എന്നിട്ട് 14 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എത്ര ഐറ്റംസ് ഉണ്ട്? ഈ പറയുന്ന പോലെ എത്ര സെയിം ഐറ്റംസ് ഉണ്ട്? സ്വീറ്റ്സ് സെയിം ആണ് അല്ലേ? സോ 12 സ്വീറ്റ്സ് ഉണ്ട്. സോ 12 ഫാക്ടോറിയൽ ഇൻറ്റു ബാറും സെയിം ആണ്. സോ 12 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഡയറക്റ്റ് ഈ ഒരു സ്റ്റെപ്പിലേക്ക് വരാം. എങ്ങനെ വരാം? മൊത്തവും 14 ഐറ്റംസ് ഉണ്ട് അല്ലേ? അതായത് ഈ ബാർ ഉൾപ്പെടെ മൊത്തം 14 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ 14C. ഇനി ആറിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? ഈ പറയുന്ന പോലെ എത്ര ഡിവിഷൻ ഉണ്ട്? 2 ഡിവിഷൻ ഉണ്ട് അല്ലേ? മൊത്തം 3 കുട്ടികൾക്കാണ് നിങ്ങൾ സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 14C2 എന്ന് നമുക്ക് ഡയറക്റ്റ് ഈ ഒരു മീൻസ് 14C2 എന്ന് നമുക്ക് ഡയറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാം. പിന്നെ 14C2ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒരു സിമ്പിൾ ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. അതായത് 13 സ്വീറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് among 3 children. 13 same sweets are distributed among 3 children. How many ways you can arrange? അല്ലെ, how many ways you can distribute? അപ്പോൾ നിങ്ങൾ ആ 13 സ്വീറ്റ്സിൻ്റെ പടം വരച്ചേ. 1 2 3 4 5 6 7 8 9 1 2 3 4 5 6 7 8 9 10 11 12 13 അല്ലേ? 1 2 3 4 5 6 7 8 9 10 11 12 13. അപ്പോൾ ഈ 13 സ്വീറ്റ്സിനെ വരച്ചു. എന്നിട്ട് നമ്മൾ ഡിവിഷനും കൂടെ വരയ്ക്കുക അല്ലേ? ഇവിടെ ഒരു ഡിവിഷൻ, ഇവിടെ ഒരു ഡിവിഷൻ. ഓക്കെ, ഈ ഡിവിഷൻസ് മാറുന്നതനുസരിച്ച് ആ ഡിവിഷൻ മാറുന്നതനുസരിച്ചാണ് അല്ലേ? ഈ ബാർ മാറുന്ന അനുസരിച്ചിട്ടാണ് ഈ പറയുന്ന പോലെ എന്ത് വരുന്നത്? അതായത് നമ്പർ ഓഫ് സ്വീറ്റ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് 3, ഇവിടെ എത്ര വരും? 1 2 3 4 5 6, ഇവിടെ 6, ഇവിടെ 4. അപ്പോൾ ഇങ്ങനെ ഈ ബാറിൻ്റെ പൊസിഷൻ മാറുന്നതനുസരിച്ച് സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓരോ കുട്ടിക്കും കിട്ടുന്ന സ്വീറ്റ്സിൻ്റെ എണ്ണം മാറും. അപ്പോൾ ഹൗ മെനി വേസ് യു ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് സ്വീറ്റ്സ്?
മൊത്തം 13 ഈ സെയിം സ്വീറ്റ്സ് ഉണ്ട്. 13 പ്ലസ് 2 ബാർ എത്രയാണ്? 14 അല്ലേ? അപ്പോൾ 14C എത്ര ഡിസ്ട്രിബ്യൂഷൻ? 3 കുട്ടികൾക്കാണ്. അപ്പോൾ 2 ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? 2 ഈ പറയുന്ന പോലെ 2 ഡിവിഷൻസ് വരും. 3 കുട്ടികൾക്കാവുമ്പോൾ 2 ഡിവിഷൻസ് വരും. സോ 14C2 എന്ന് നമുക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാം. അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൗണ്ട് ചെയ്യുക എത്ര ഐറ്റംസ് ഉണ്ടെന്നുള്ളത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 ഇതുണ്ടല്ലേ? 1 2 3 4 5 6 7 8 9 10 11 12 13 13. ഓക്കെ, മൊത്തം 13 സ്വീറ്റ്സ് ഉണ്ട്. 13 സ്വീറ്റ്സിൻ്റെ കൂടെ പിന്നെ ആരുണ്ട്? ഈ പറയുന്ന പോലെ 2 ഈ ബാറും ഉണ്ട് അല്ലേ? 13 സ്വീറ്റ്സും ഉണ്ട്, 2 ബാറും ഉണ്ട്. അപ്പോൾ മൊത്തം എത്ര ഐറ്റംസ്? 13 പ്ലസ് 2 15. സോ 15 ഐറ്റംസ് ആർ ദെയർ. ഹൗ മെനി വേസ് യു ക്യാൻ അറേഞ്ച്? 15 ഫാക്ടോറിയൽ വേസ്. സോ 15 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എത്ര സിമിലർ ഐറ്റംസ് ഉണ്ട്? 13 സിമിലർ സ്വീറ്റ്സ് ഉണ്ട്. സോ 15 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 13 ഫാക്ടോറിയൽ ഇൻറ്റു എത്ര ബാർ ഉണ്ട്? 2 അല്ലേ? 13 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അപ്പോൾ 15 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 13 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു 14C2. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം, പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതായത് 6 സ്വീറ്റ്സ് എമംഗ് 2 ചിൽഡ്രൻ. എങ്ങനെ 6 സ്വീറ്റ്സ് 2 കുട്ടികളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു? എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? നോക്കിക്കേ, മൊത്തം 6 സ്വീറ്റ്സ് വരച്ചേ. 1 2 3 4 5 6 അല്ലേ? അപ്പോൾ 6 സ്വീറ്റ്സ് ഉണ്ട്. അപ്പോൾ 2 കുട്ടികൾക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിവിഷനേ പാടുള്ളൂ അല്ലേ? അപ്പോൾ മൊത്തം എത്ര ഐറ്റംസ് ഉണ്ട്? 1 2 3 4 5 6 7 ഐറ്റംസ് ഉണ്ട്. സോ 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എത്ര സിമിലർ ഐറ്റംസ് ഉണ്ട്? നോക്കിക്കേ, 6 സ്വീറ്റ്സ് അല്ലേ? സോ 6 ഫാക്ടോറിയൽ ഇൻറ്റു ബാർ എന്ന് പറഞ്ഞത് ഒരാളേ ഉള്ളൂ. അപ്പോൾ 7 ഫാക്ടോറിയൽ ബൈ 6 ഫാക്ടോറിയൽ വിൽ ബി അവർ ആൻസർ. ഓക്കെ, അപ്പോൾ 7 വേസ് 7 ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി ഇങ്ങനെയാണെങ്കിലോ, ഹൗ മെനി വേസ് യു ക്യാൻ അറേഞ്ച്, ഹൗ മെനി വേസ് യു ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് 15 സ്വീറ്റ്സ് among 4 children. 15 സ്വീറ്റ്സ് among 4 children. അതായത് 15 സ്വീറ്റ്സ് ഉണ്ട്, 15 സിമിലർ സ്വീറ്റ്സ് 4 കുട്ടികൾക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? അതായത് 15 സ്വീറ്റ്സ് എന്ന് പറയുമ്പോൾ അല്ലേ, നിങ്ങളിനി പടമൊന്നും വരയ്ക്കണ്ട, 15 സ്വീറ്റ്സ് അല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്തും കൂടെ ഒന്ന് വരാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 അല്ലേ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 15 സെയിം സ്വീറ്റ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ 4 കുട്ടികൾക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എത്ര ഡിവിഷൻ വേണ്ടി വരും? 1 2 3 3 ഡിവിഷൻ വേണ്ടി വരും അല്ലേ? 1 2 3 4 കണ്ടോ? 4 കുട്ടികൾക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ മൊത്തം എത്ര ഐറ്റംസ് ഉണ്ട്? 15 സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. 15 സ്വീറ്റ്സ് പ്ലസ് ഈ 3 ഡിസ്ട്രിബ്യൂഷനും കൂടെ വരുമ്പോൾ 15 പ്ലസ് 3 18 ഐറ്റംസ് ഉണ്ട്. സോ 18 ഫാക്ടോറിയൽ നിങ്ങൾക്ക് 18 ഐറ്റംസ് അറേഞ്ച് ചെയ്യാം. 18 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഈ പറയുന്ന പോലെ എത്ര സിമിലർ സ്വീറ്റ്സ് ആണ്? 15 സിമിലർ സ്വീറ്റ്സ്. സോ 15 ഫാക്ടോറിയൽ ഇൻറ്റു എത്ര ഡിവിഷൻസ് ഉണ്ട്? 3 ഡിവിഷൻസ്. സോ 15 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. അതായത് 18 ഐറ്റംസ് അല്ലേ? 18 ഐറ്റംസ് ഉണ്ട്. 18C എത്ര ഡിവിഷൻസ് ഉണ്ട്? 3 ഡിവിഷൻസ്. സോ 18C3 വിൽ ബി ദി ആൻസർ. ഓക്കെ, ഇനി നോക്കിക്കേ, 8 സ്വീറ്റ്സ് നീഡ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് among 3 ചിൽഡ്രൻ. ഡയറക്റ്റ് ആൻസർ പറഞ്ഞേ, 8 സ്വീറ്റ്സ് നീഡ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് among 3 ചിൽഡ്രൻ. അപ്പോൾ 3 ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ എത്ര ഡിവിഷൻ വരും? 2 ഡിവിഷൻ വരും അല്ലേ? അപ്പോൾ 8 സ്വീറ്റ്സ് പ്ലസ് 2 ഡിവിഷൻ, മൊത്തം എത്ര ഐറ്റംസ് ഉണ്ട്? 10 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ 10C എത്ര ഡിവിഷൻ ഉണ്ട്? 2. 10C2 ഡയറക്റ്റ് ആൻസർ എഴുതാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യേണ്ട? വരയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട, ഇങ്ങനെ ഡയറക്റ്റ് നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇനി 10 സ്വീറ്റ്സ് ഉണ്ട്. 4 ഡിഫറെൻറ്റ് ചിൽഡ്രൻ. 10 സ്വീറ്റ്സ് നീഡ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് among 4 ഡിഫറെൻറ്റ് ചിൽഡ്രൻ. നിങ്ങൾക്ക് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? നോക്കിക്കേ, 10 സ്വീറ്റ്സ് 4 ഡിഫറെൻറ്റ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ എത്ര ഡിവിഷൻ വരും? 3 ഡിവിഷൻ അല്ലേ? അതായത് ഈ സ്വീറ്റ്സിനെ എങ്ങനെ ചെയ്യണം? 3 ഡിവിഷൻ. അപ്പോൾ ഇത്രയും സെറ്റ് ആദ്യത്തെ കുട്ടിക്ക്, ഇത്രയും രണ്ടാമത്തത്, ഇത്രയും മൂന്നാമത്തത്, ഇത്രയും നാലാമത്തെ കുട്ടിക്ക്. അപ്പോൾ 4 കുട്ടികൾ എന്ന് പറയുമ്പോൾ അവിടെ 3 ഡിവിഷൻ. അപ്പോൾ 10 സ്വീറ്റ്സ് പ്ലസ് 3 ഡിവിഷൻ, മൊത്തം 13 ഐറ്റംസ്. സോ 13C എത്ര ഡിവിഷൻ ഉണ്ട്? 3. 13C3. ഇങ്ങനെ ഡയറക്റ്റ് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആൻസർ എഴുതാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുകയാണ്, നോക്കിക്കേ, നിങ്ങളുടെ ഡയറക്റ്റ് ആൻസർ പറഞ്ഞേ, ഇഫ് സം ഓഫ് 12 സ്വീറ്റ്സ് ഓഫ് സെയിം ടൈപ്പ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് among 3 സ്റ്റുഡൻസ്, ഹൗ മെനി വേസ് യു ക്യാൻ ഡിസ്ട്രിബ്യൂട്ട്?
അപ്പോൾ 12 സ്വീറ്റ്സ് ഉണ്ട് അല്ലേ? 12 സ്വീറ്റ്സ് ഈ പറയുന്ന പോലെ 3 കുട്ടികൾക്കിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ 3 കുട്ടികൾക്കിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 3 ചിൽഡ്രനിൽ ആണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 3 കുട്ടികളുടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര ഡിവിഷൻ വരും? അതായത് 2 ഡിവിഷൻ വരും അല്ലേ? അതായത് ഇവിടെ 1, 2, ഫസ്റ്റ് കുട്ടിക്ക്, രണ്ടാമത്തെ കുട്ടിക്ക് ഇത്രയും സ്വീറ്റ്സ്, മൂന്നാമത്തെ കുട്ടിക്ക് ഇത്രയും സ്വീറ്റ്സ്. അപ്പോൾ 2 ഡിവിഷൻ വരും. അപ്പോൾ 12 + 2 ഡിവിഷൻ അല്ലേ? മൊത്തം എത്രയാണ്? 14 ആണ്. സോ 14C ഈ 2 ഡിവിഷൻ അല്ലേ? 6ൻ്റെ സ്ഥാനത്ത് 2, 14C2. ടോട്ടൽ ഐറ്റംസ് 14, എത്ര ഡിവിഷനാണ്? 2 ഡിവിഷൻ. സോ 14C2. ഡയറക്റ്റ് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇതുണ്ട് ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് സം ഓഫ് 12 സ്വീറ്റ്സ് ഓഫ് സെയിം ടൈപ്പ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് 3 സ്റ്റുഡൻസ് such that each student get at least 1 sweet, how many ways the sweets can be distributed? ശരിക്കും ഇത് എങ്ങനെ സോൾവ് ചെയ്യും? നേരത്തെ ക്വസ്റ്റ്യൻ്റെ ഒരു വകഭേദമാണെന്ന് നമുക്ക് പറയാം അല്ലേ? മറ്റേതിൻ്റെ കുറച്ചും കൂടെ ഒരു ഡിഫറെൻറ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇതിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട് നോക്കിക്കേ. അതായത് ഓരോ കുട്ടിക്കും അറ്റ്ലീസ്റ്റ് ഒരു സ്വീറ്റ് എങ്കിലും വേണം അല്ലേ? അറ്റ്ലീസ്റ്റ് എന്ത് വേണം? ഒരു സ്വീറ്റ് എങ്കിലും കിട്ടിയിരിക്കണം. അതായത് ഈച്ച് സ്റ്റുഡൻറ്റ് ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 സ്വീറ്റ്. അപ്പോൾ നേരത്തെ കേസിൽ ഒരു കുട്ടിക്ക് 0 സ്വീറ്റ്സ് അല്ലേ? അതായത് ആ ഒരു കുട്ടിക്ക് സ്വീറ്റ്സ് കൊടുക്കാതിരിക്കാവുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈച്ച് സ്റ്റുഡൻറ്റ് ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 സ്വീറ്റ്. അപ്പോൾ A, B, C ആണെന്നിരിക്കട്ടെ. അപ്പോൾ A, B, C എന്ന ഈ 3 കുട്ടികൾക്ക് ഓരോ സ്വീറ്റ്സ് വെച്ച് മിനിമം ഓരോ സ്വീറ്റ്സ് കിട്ടിയിരിക്കണം. അതായത് അവർക്ക് ഒന്നുപോലും കിട്ടാതിരിക്കുക മീൻസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരരുത്. ഓക്കെ, അപ്പോൾ ഒരു സ്വീറ്റ് എന്തായാലും ഒരു കുട്ടിക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യും? മൊത്തം 12 സ്വീറ്റ്സ് ഉണ്ട്. ദിസ് 12 സ്വീറ്റ്സ് നീഡ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് 3 ചിൽഡ്രൻ ഇൻ സച്ച് എ വേ ദാറ്റ് ഈച്ച് സ്റ്റുഡൻറ്റ് ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 സ്വീറ്റ്. കുറഞ്ഞത് ഒരു സ്വീറ്റ് എങ്കിലും കിട്ടിയിരിക്കണം ഓരോ കുട്ടിക്ക്. അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാം? ഈ കുട്ടികൾക്കെല്ലാം ഓരോ സ്വീറ്റ്സ് വെച്ചങ്ങ് അസൈൻ ചെയ്യും. മനസ്സിലായില്ലേ? അതായത് എക്ക്, ബിക്ക്, സിക്ക് അവർക്കെല്ലാം ഓരോ സ്വീറ്റ്സ് വെച്ചങ്ങ് അസൈൻ ചെയ്യും. അതായത് 12 സ്വീറ്റ്സിൽ നിന്ന് 3 എണ്ണം എടുത്തിട്ട് നമ്മൾ ഓരോ കുട്ടിക്കും വീതം ആദ്യമേ അങ്ങ് കൊടുത്തു. അപ്പോൾ ഓരോ കുട്ടിക്കും ഓരോന്ന് വെച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? 12ൽ നിന്ന് 3 പോകുമ്പോൾ എത്രയാണ്? 9. ഇനി 9 സ്വീറ്റ്സ് എന്ത് ചെയ്യാം? നമുക്ക് ഈ കുട്ടികൾക്കിടയിൽ ഈ 3 കുട്ടികൾക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. നേരത്തെ അതേ സ്റ്റെപ്പ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. മൊത്തം 12 സ്വീറ്റ്സ് ഉണ്ട്. അപ്പോൾ 12 സ്വീറ്റ്സിൽ ഓരോ കുട്ടിക്കും അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും കിട്ടണം എന്നാണ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 12 സ്വീറ്റ്സിൽ ഒരെണ്ണമെങ്കിലും, ഒരു സ്വീറ്റ്സ് എങ്കിലും ഒരു കുട്ടിക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 12 സ്വീറ്റ്സിൽ നിന്ന് ഓരോ സ്വീറ്റ്സ് വീതം ഓരോ കുട്ടിക്കും കൊടുത്തു. ആദ്യമേ ഓരോ കുട്ടിക്കും കൊടുത്തു. ഓക്കെ, അപ്പോൾ കുറഞ്ഞത് ഒരു കുട്ടിക്ക് ഒരെണ്ണമെങ്കിലും കിട്ടും. എന്നിട്ട് ബാക്കി എത്ര സ്വീറ്റ്സ് ഉണ്ട്? ബാക്കി 9 സ്വീറ്റ്സ് ഉണ്ട്. ഈ 9 സ്വീറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഇവരുടെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ. ഓക്കെ, അപ്പോൾ മൊത്തം 9 സ്വീറ്റ്സ് ഉണ്ട്. അപ്പോൾ 9 സ്വീറ്റ്സ് അല്ലേ? 9 സ്വീറ്റ്സ്. അപ്പോൾ 9 സ്വീറ്റ്സ് എത്ര കുട്ടികൾക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? 3 കുട്ടികൾക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ വെൻ യു ആർ ഡിസ്ട്രിബ്യൂട്ടിങ് 9 സ്വീറ്റ്സ് എമംഗ് 3 ചിൽഡ്രൻ അല്ലേ? 3 കുട്ടികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര ഡിവിഷൻ വേണം? 2 ഡിവിഷൻ വേണം അല്ലേ? അതാ നോക്കിക്കേ, 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ വേണ്ടേ ഇങ്ങനെ 2 ഡിവിഷൻ വേണം. അപ്പോഴാണ് 3 കുട്ടികൾക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുക. അപ്പോൾ മൊത്തം എത്ര ഐറ്റംസ് ഉണ്ട് ഇവിടെ? നോക്കിക്കേ, 9 + 2 11. മൊത്തം 11 ഐറ്റംസ് ഉണ്ട്. ഈ 11 ഐറ്റംസ് ആരുടെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു? ഈ 3 കുട്ടികൾക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അല്ലേ? 11 ഐറ്റംസ് ഉണ്ട്. അത് എത്ര ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്? 2 ഡിസ്ട്രിബ്യൂഷൻ. സോ 11C2 വിൽ ബി അവർ ആൻസർ. മൊത്തം 11 ഐറ്റംസ് ഉണ്ട് അല്ലേ? അതായത് 9 + ഈ 2 ബാർ, 9 + 2 ഇറ്റ് ഇസ് 11. അപ്പോൾ 11 ഐറ്റംസ് എത്ര ഡിവിഷൻ ഉണ്ട്? 2 ഡിവിഷൻ ഉണ്ട്. സോ 11C2 വിൽ ബി അവർ ആൻസർ. ഇനി അഥവാ ഇങ്ങനെ ചെയ്യാൻ നിൽക്കുന്നെങ്കിൽ നോക്കിക്കേ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. മൊത്തം 11 ഐറ്റംസ് ഉണ്ട്. സോ 11 ഐറ്റംസ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ ഹൗ മെനി വേസ്? 11 ഫാക്ടോറിയൽ വേസ്. 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എത്ര സിമിലർ സ്വീറ്റ്സ് ഉണ്ട്? 9 സിമിലർ സ്വീറ്റ്സ്. 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 9 ഫാക്ടോറിയൽ ഇൻറ്റു എത്ര ബാർ ഉണ്ട്? 2. സോ 2 ഫാക്ടോറിയൽ. സോ 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 9 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ വിൽ ബി അവർ ആൻസർ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അറ്റ്ലീസ്റ്റ് 1 സ്വീറ്റ്. ഇനിയിപ്പോൾ അറ്റ്ലീസ്റ്റ് 2 സ്വീറ്റ്സ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അറ്റ്ലീസ്റ്റ് 2 സ്വീറ്റ്സ് ആയിരുന്നെങ്കിൽ മൊത്തം 12 സ്വീറ്റ്സ് ഉണ്ട്. അപ്പോൾ ഓരോ കുട്ടിക്കും എന്ത് കിട്ടണം? അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് ഒരു സ്വീറ്റ് എങ്കിലും കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യും? അതായത് എക്ക് നമ്മൾ 2 അസൈൻ ചെയ്തു, ബിക്ക് നമ്മൾ 2 അസൈൻ ചെയ്തു, സിക്ക് 2 അസൈൻ ചെയ്തു. കുറഞ്ഞത് 2 സ്വീറ്റ് എങ്കിലും ഓരോ കുട്ടിക്ക് കിട്ടണം. അപ്പോൾ 12 എണ്ണം ഉള്ളതിൽ 2 സ്വീറ്റ്സ് വീതം ആദ്യമേ എക്കും ബിക്കും സിക്കും അങ്ങ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ 12ൽ നിന്ന് ഇനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള എത്ര എണ്ണം ഉണ്ട്? 12 - 6 അല്ലേ? 6 സ്വീറ്റ് നമ്മൾ എടുത്തു. അപ്പോൾ ഇനി ബാക്കി 6 സ്വീറ്റ്സേ ഉള്ളൂ. സോ ദിസ് 6 സ്വീറ്റ്സ് നീഡ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് 3 ചിൽഡ്രൻ.
അപ്പോൾ മൊത്തം 6 സ്വീറ്റ്സ് ഉണ്ട്, മൊത്തം 3 കുട്ടികളുണ്ട്. 3 കുട്ടികൾ എന്ന് പറയുമ്പോൾ 2 ഡിവിഷൻസ് അല്ലേ. അപ്പോൾ 6 + 2 ഇറ്റ് ഇസ് 8. 8C എത്ര ഡിവിഷൻ ഉണ്ട്? 2 ഡിവിഷൻ. 8C2 വിൽ ബി അവർ ആൻസർ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടൈം എടുത്തത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, സോ ട്രൈ ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻസ് ബൈ യുവർ സെൽഫ്. നിങ്ങൾ തന്നെ റാൻഡമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.